ഹലോ ഫ്രണ്ട്സ്, സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പുതിയൊരു അഫർമേഷനാണ്. അതായത് ഭൂരിഭാഗം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു പരാതിയാണ്. എന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു അഫർമേഷനാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, വീക്കായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരുപക്ഷെ വീക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വാചാലരാകും. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, മെജോറിറ്റി ആളുകളും നമ്മുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമ്മുടെ തെറ്റുകളാണ്, അല്ലെങ്കിൽ വീക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വീക്കായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ യോഗ്യയല്ല, ബഹുമാനിക്കപ്പെടാനോ അംഗീകരിക്കപ്പെടാനോ നമുക്ക് കഴിയില്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ നമ്മൾ ഉറച്ചു പോയിട്ടുണ്ട്. അപ്പോൾ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ നോക്കുവാനും നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും അംഗീകരിക്കാനും ആദ്യം കഴിയണമെന്നുള്ളതാണ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? നമുക്ക് സ്വയം അംഗീകരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ എങ്ങനെ അംഗീകരിക്കുവാൻ കഴിയും? ഇതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അഫർമേഷനാണ് നിങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു, എന്നെ അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്നു. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു. ആ സ്നേഹവും ബഹുമാനവും അംഗീകാരവും ഞാൻ മറ്റുള്ളവർക്കായി നൽകുന്നു. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ എന്തെന്നില്ലാത്ത സ്നേഹം തോന്നിത്തുടങ്ങും, ബഹുമാനം തോന്നിത്തുടങ്ങും. ആ സ്നേഹവും ബഹുമാനവും നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. വളരെ സർപ്രൈസ്ഡ് ആയിട്ട് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരു അഫർമേഷൻ്റെ ശക്തി എത്രത്തോളം വലുതാണ്! അപ്പോൾ അത് നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വളരെ ഫീലോടുകൂടി ഈ അഫർമേഷൻസ് പറയുവാൻ കഴിയണം എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ നിരന്തരമായിട്ട് പറയുന്നതിലൂടെ നിങ്ങളുടെ മനസ്സത് ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന പക്ഷം തീർച്ചയായിട്ടും നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.